എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഒരു അനശ്വരരാജന്റെ ഒരു അല്ലല്ല മാഡം സംഗതി വളരെ സീരിയസ് ആണ്. മാഡം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു അനശ്വരരാജന്റെ ഒരു ഇതൊന്നുമില്ല. ഇപ്പൊ ചേട്ടൻ വന്നിരിക്കുന്ന ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. സത്യം, ധർമ്മം, ദയ, നീതി ഇതൊക്കെ ഇന്നത്തെ കാലത്ത് മഷിയിട്ട് നോക്കിയാൽ കാണില്ല. അനശ്വരരാജന്റെ അടുത്ത് ഈ ഡയറക്ടർ പലവട്ടം വിളിച്ചിട്ട് അനശ്വരരാജൻ വന്നിട്ടില്ലെന്ന് പറയുന്നു. എന്റെ ഒരു കഷ്ടകാലം ഇന്ദ്രയത്തും പറഞ്ഞിട്ട് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് പറഞ്ഞിട്ട് പോലും വരുന്നില്ല. അപ്പം ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇവിടെ ഇപ്പൊ എന്തൊരു നടക്കണം എന്തൊരു നടക്കണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു തീരുമാനിക്കും. നിനക്ക് അവരുടെ ഒരു കടമ തന്നെയല്ലേ? അല്ല സാറേ, എന്നും രാവിലെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാലേ സമാധാനമുള്ളുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു സിനിമ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തൊട്ട് നമ്മളൊരു എഗ്രിമെന്റ് ചെയ്യും. അവൻ അറിയാൻ പാടില്ലാത്ത രാഗമൊന്നുമില്ല. അവനോട് ഏറ്റുമുട്ടിയ നീ ചിലപ്പോ തോറ്റുപോകും. അഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ഒരു സിനിമയെ അവർ നമ്മളെ ശമ്പളത്തോട് ഉള്ളതാണോ? പലർക്കും അറിയത്തില്ല. അഗ്രിമെന്റിൽ ഒരു ക്ലോസ് ആണ്, നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിംഗിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാവും. എന്റെ അമ്മയെ നാട്ടിച്ച് ഷൂട്ടൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് തോന്നിയ സിനിമ ഓടില്ല എന്ന് വെച്ച് തോന്നിയതിനു ശേഷം നമ്മള് സിനിമ പ്രൊമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കാര്യമില്ല. ഇത്ര നിസ്സാര കാര്യങ്ങൾ ഇങ്ങനെ ഇഷ്യൂ ആക്കാൻ തുടങ്ങിയാൽ ചുമ്മാതല്ല. നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു. പിന്നെ എഗ്രിമെന്റിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് തന്നെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. 100% ഞാൻ യോജിക്കുന്നു. സംവിധാനം പറയുന്നത് കേട്ടു അതിൽ വാങ്ങിച്ചിട്ടുള്ള കാശല്ല എണ്ണി പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ളതാണെന്നാണ് ആ സംവിധാനം പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു സംശയമില്ല. നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, ഇറസ്പെക്ടീവ് ഓഫ് സിനിമയുടെ ക്വാളിറ്റി, മെറിറ്റ് അതൊക്കെ വിട്ടിട്ട് ആ സിനിമ അയാളുടെ സിനിമയല്ലേ. ഒരു കൈവതം നാറ്റുകരുത്. ന്റെ ഭാഗമാണല്ലോ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, നമ്മൾ കൃത്യസമയത്തിന് ജോലിക്ക് വരിക, കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ കമ്മിറ്റ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. അത് ഡെഫിനറ്റ് ആയിട്ട് അവർ ചെയ്തേ പറ്റും. അതിൽ യാതൊരു സംശയമില്ല. നിന്നെ പോലുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. പോട്ടെ.